Amen.
ഈ കുടുംബമായിട്ട് ഞങ്ങൾ വിവാഹബന്ധം ആശ്ലേഷിച്ചു. There was 1+1 was not 2 but 1. അത് ഒന്നിൻ്റെ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രത്യേകിച്ച് ഞാൻ ഈ പിതാവിനെ ഓർക്കുന്ന അവസരത്തിൽ എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഓർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ട്. എപ്പോഴും ശാന്തനായ വ്യക്തിയായിരുന്നു, മറ്റുള്ളവരുടെ തന്മയിൽ ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു, മറ്റുള്ളവരെ തന്നെ പോലെ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ for a long time he was not here for listening. ശേഷമായതുകൊണ്ട് ഒരു പഴയ ആ സ്നേഹത്തിൻ്റെ വിജയത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഹൃദയത്തിൽ നോട്ടായിരിക്കുന്ന സമീപിച്ചു. പക്ഷേ എപ്പോഴും ഈ ഭാഗത്തെ കേസുമാണ് ഞാൻ പഠിച്ചിട്ട് ഓടിയിട്ട് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓടിയിട്ടാണ് മനസ്സിലായി. നമ്മൾ ഞാൻ പക്ഷേ ഞാൻ വളരെ വളരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം കേസും മറന്നുപോയി. ഐ ഷുഡ് സേ മൈ ബിലവഡ് ആ പ്രാർത്ഥനകൾക്കായി ഉണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് പ്രവർത്തിക്കാനായിട്ട് സൗഹൃദ സ്ഥിതിയില്ലാതെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ വീട് വേണ്ടി, തിന്മ ചെയ്തവർ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നന്മ തിന്മ ഇതോടൊപ്പം ചോദിക്കുന്ന പ്രസക്തിയാണ്. നമുക്ക് ഒരു വേളി നോക്കുമ്പോൾ പഴയ കാലത്തൊക്കെയും വെളിപ്പാട്ടിൻ്റെ കാലത്തൊക്കെയും നന്മകൾ ഒരുപാടുണ്ടായിരുന്നു, തിന്മയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നന്മ പോയിട്ട് അവിടേക്ക് തിന്മ വരികയാണ്. നല്ലതെന്ന് പറയാൻ പലർക്കും കഴിയുന്നില്ല. കാരണം ഞാൻ എഴുതുന്നുണ്ട്, ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിയുമ്പോൾ ട്രാൻസ്പോർട്ട് ഓടിക്കുന്ന ഡ്രൈവർ ഒരു വഴിയിൽ ആക്സിഡൻറ്റ് ഇടാൻ ആ ഡ്രൈവർ എന്ത് ചെയ്യും, ഒരു രണ്ടാം മൂന്നാം അപ്പോൾ പിന്നെ അതെല്ലാം വീണ്ടും പഴയപോലെ ഓടിക്കുന്ന അനുഭവമാണ്. കാരണം ഇത് അനുഭവം അതിലെല്ലാം. പക്ഷേ പൊതുവെ ഇതുപോലെ സമയത്ത് കഴിയാം. അപ്പോൾ നന്മ ചെയ്തത് അസുഖ അനുഭവത്തിൽ പോകുന്ന അനുഭവത്തിൽ തന്നെ പ്രത്യേകിച്ച് ഈ പിതാവ് സംശയമില്ല. ഈ കുടുംബത്തിന് യഥാർത്ഥമായ സമാധാന ശാന്തി ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥന നടത്തി നല്ല ഒരു ഗുരു നൽകി ഈ കുടുംബത്തെ അനുശോചനം അറിയിച്ച അലക്സാണ്ടർ കുരുവിൽ റംബാസിനോടും അഭിനയായ യൂബാന റംബാൻ അച്ഛനോടും മറ്റു വൈദിക ശ്രേഷ്ഠ എല്ലാവരോടുമുള്ള നന്ദി വളരെ വിനയത്തോടെ അറിയിക്കുന്നു. തന്നെ വീണ്ടും ശിശുഭവന് വേണ്ടിയിട്ട് അതിന്റെ ഡയറക്ടർ സമർപ്പിക്കുന്നു.
കീബോർഡ് ചെയ്യുന്ന പാപ്പി സാറും ഫാമിലി ശ്വാസപ്പ അർപ്പിക്കുന്നു. വാത്സല്യമുള്ളവരെ, അമേരിക്കയിൽ പാപ്പി കൂടി നടന്ന പള്ളിയിലെ ട്രസ്റ്റിയുടെ മകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയിലെ ബേബിച്ചാനോടും മക്കളോടും ചേർന്ന് വളരെ നാളത്തെ കുടുംബ സുഹൃത്ത് ബന്ധം പുലർത്തുന്ന സജി തിരുവല്ലയിലെ കടന്നു വന്നിട്ടുണ്ട്. അമേരിക്കയിലെ മലയാളി സമൂഹത്തിനു വേണ്ടി പള്ളിയുടെ പേരിലും അച്ഛൻ കൂടി നടക്കുന്ന പള്ളിയിലെ ഒരു മെമ്പർ എന്ന നിലയിലും ആ പള്ളിക്ക് വേണ്ടിയും സജി തിരുവല്ലയിലെ ഇപ്പോൾ സോസഫായും പുഷ്പചക്രവും സമർപ്പിച്ച് വിശ്വസനം അറിയിക്കുന്നു. ഡീറ്റെയിൽസിന് വേണ്ടി ഡോൺ സമർപ്പിക്കുന്നു. മന്ദിരായ വൈദിക സഹോദരന്മാർ, ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് അമേരിക്കയിലേക്ക് കുടിയേറി കുറെ കാലം അവിടെയും വസിച്ചു. എന്നാലിപ്പോൾ ഈ ലോക ജീവിതം പൂർത്തീകരിച്ച്, ഈ താൽക്കാലിക ജീവിതം പൂർത്തീകരിച്ച് നിത്യവാസത്തിലേക്ക് ഈ പിതാവ് കടന്നു പോയിരിക്കുന്നു. കുറെ കാലമായി ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥയിലും ചികിത്സയിലും ഒക്കെ ആയിരുന്നു എന്നറിയാം. എങ്കിലും ഈ പിതാവിൻ്റെ ഈ വേർപാട്, ഈ പിതാവിനെ അറിയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ വേദനാജനകമാണ്. കാരണം അത്രമാത്രം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു പിതാവായിരുന്നു ഈ പിതാവ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്കയിലെ ജീവിതാനുഭവത്തിൽ അവിടെയുള്ള നമ്മുടെ ആളുകളുമായിട്ട്, ഇടവകളുമായിട്ട്, വൈദികരുമായിട്ട്, തിരുവേനിമാരുമായിട്ടൊക്കെ എത്രമാത്രം സ്നേഹത്തോടും ആദരവോടും ഭക്തിയോടും കൂടിയാണ് ഈ പിതാവ് ബന്ധപ്പെട്ടിട്ടുള്ളതും ജീവിതം കഴിച്ചുകൂട്ടിയിട്ടുള്ളതെന്ന് ഒക്കെ എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ഒരു ചിത്രം പോലെ കടന്നു വരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ മലയാള സംസ്കാരത്തിൽ, മലയാള ഭാഷയിൽ, മലയാള രീതിയിൽ, നമ്മുടെ സഭയുടെ ക്രമമനുസരിച്ചൊക്കെ പ്രത്യേകിച്ച് കൊച്ചുമക്കളെയും വളർത്തുന്നതിനും ആ കൊച്ചുമക്കളൊക്കെ വളർന്നു വന്നപ്പോൾ അവർ ദൈവാരാധനയിലും ദൈവഭക്തിയിലും ഉറച്ചുള്ള മക്കളായിട്ട് വളരുന്നതിനൊക്കെ ഈ വലിയപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ സംഭാവനകൾ ഏറെയായിരുന്നു എന്ന് പ്രത്യേകം അനുസ്മരിക്കേണ്ടതുണ്ട്. അവനൊരു നാൾ മരിക്കുന്നില്ല, മരിച്ചവൻ ജീവിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി, ദൈവഭക്തിയോടുകൂടി, കൂതാശയുടെ സംസർഗത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് ദർശനത്തിൽ കടന്നു പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കർത്തദാസനെ, ഈ പ്രിയപ്പെട്ട പിതാവിനെ, എല്ലാവരുടെയും സ്നേഹനിധിയായ ഈ പിതാവിനെ ദൈവതമ്പുരാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ പൂർവ്വപിതൃക്കളുടെ സന്നിധിയിൽ യോഗ്യമായ സ്ഥാനം നൽകി ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, മക്കൾ, കൊച്ചുമക്കൾ, എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവതമ്പുരാൻ സമാശ്വസിപ്പിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എല്ലാം ആദരവോടും പ്രാർത്ഥനയോടും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളും ആശ്വാസവചനങ്ങൾ പറഞ്ഞു തരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട യോഹന്നാൻ പ്രഭാഷണമായി നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സക്രിയ ശാമ്പലച്ചനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ
ഇപ്പോൾ ഈ മരുന്ന് മണിക്ക് തന്നെ പ്രാർത്ഥന ആരംഭിക്കാനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ്. അതിനുശേഷം ആർക്കെങ്കിലും അനുസരിച്ച് വായിക്കുന്നതിനുള്ള അവസരമുണ്ട്. ഇപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. അപരാധങ്ങൾ മൊഴിയും മധരം, അപദാനങ്ങൾ വാഴ്ത്തുകയാ. അപരാധങ്ങൾ മൊഴിയും മധരം, അപദാനങ്ങൾ വാഴ്ത്തുകയാ. തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയാ. കാരുണ്യത്തിൻ പ്രഭയാൽ കരളിൽ ഉദയം നൽകി. കരളിൽ ഉദയം നൽകി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. കരചേർത്തെൻ്റെ ഉലയും തോണി കദനക്കടലിൽ അലയുമ്പോ. കരചേർത്തെൻ്റെ ഉലയും തോണി കദനക്കടലിൽ അലയുമ്പോ. നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി. വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയും. നമ്മിൽ നിന്നും വേർതിരിക്കുന്നതായ
ദുഃഖകരമായ ഒരു ദിവസത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഇഹലോക ജീവിതത്തിൽ നിന്നുള്ളതായ ഒരു വാങ്ങിപ്പോകൽ മാത്രമാണ്. വാങ്ങിപ്പോവുക എന്നാണ് പിതാക്കന്മാര് മരണത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘനാളുകളായിട്ട് ഈ വലിയ പിതാവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമെല്ലാം അമേരിക്കയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ബഹുമാനപ്പെട്ട പിച്ചുവച്ച് സഭാ ശുശ്രൂഷ രംഗത്ത് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇഹലോക വ്യാപാര കാലത്തെ പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമകന് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷകനായിട്ട് സഭയുടെ പുരോഹിതനായിട്ട് വേർതിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈ സമയത്ത് ഈ വന്യപിതാവിന്റെ കുടുംബാംഗങ്ങളോട് ബന്ധുമിത്രാദികളോട് പ്രത്യേകിച്ച് എൻ്റെ മക്കൾ കൂടുന്നതായ പള്ളിയിലെ ബഹുമാനപ്പെട്ട വൈദികനായ പിച്ചുവച്ചനോട് എൻ്റെയും ഞങ്ങളുടെ മക്കളുടെയും എല്ലാവിധത്തിലുള്ളതായ അനുശോചനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വന്യപിതാവിന്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ സമയത്ത് എറണാകുളത്ത് നിന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വൈദികർക്കും മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബാബുവിന്റെ പെങ്ങളുടെ മകൻ കുഞ്ഞിനായിട്ടുണ്ട്. 2 വാക്ക് ഞാൻ സമയം മുതൽ ഫോട്ടോ സെഷൻ സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കൂടി ആരും വരുന്നത് പ്ലീസ്. ബഹുമാന്യ ഭാഷ വൈദിക പിതാക്കന്മാരെ, കടന്നു വന്നിട്ടുള്ള ബന്ധുമിത്രാദികളെ, ശ്രീവിധ പ്രകാരം കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന ദേവിച്ചായന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമാണല്ലോ നാം ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ഭൂമിയില് 85 വർഷക്കാലം ജീവിച്ച് എല്ലാവരെയും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഉള്ള ഭാഗ്യം ദേവിച്ചായന് ലഭിച്ചു. പന്തളം കേരള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുടിചൂടാമന്നനായി ഇവിടെ ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രവർത്തനങ്ങളിലും നാടിന്റെ നാനാഭാഗമായ വളർച്ചയ്ക്കുമൊക്കെ തന്നാൻ കഴിയുന്നതൊക്കെ ചെയ്തതിന് ശേഷം മക്കളോടൊപ്പം അമേരിക്കയിലെ ദീർഘകാലം ജീവിക്കുവാനുള്ള അവസരം ദേവിച്ചായന് ലഭിച്ചു. എന്നാൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ താൻ സ്നേഹിച്ചിരുന്ന നാട്ടിലേക്ക് തിരിച്ചു വന്ന് തന്റെ ശിഷ്ടായുസ ഇവിടെ കഴിച്ച് താൻ പടുത്തുയർത്തിയ സെന്റ് മേരീസ് യാക്കോബായ പള്ളി സെമിത്തേരിയിലെ അന്ത്യവിശ്രമം കൊള്ളണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നത്. ദേവിച്ചായന്റെയും കുട്ടിയമ്മച്ചിയുടെയും അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തി ആദരവിന്റെ ഫലമായിട്ടാണ് യാക്കോബായ പള്ളി ഉടലെടുക്കുവാൻ ഇടയായിട്ടുള്ളത്. ആ പള്ളിയുടെ വിവിധ ആഴ്ചകളില് ദേവിച്ചായന്റെ സംഭാവന വളരെ വിലപ്പെട്ടതായിരുന്നു. പള്ളിക്ക് ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ തന്റെ പിതൃസ്വത്തിൽ നിന്ന് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനും ഇപ്പോഴുള്ള മനോഹരമായ ദേവാലയം പണിയുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതിനും ദേവിച്ചാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവിച്ചാന്റെ ആ സേവനങ്ങളെ
സഭ എക്കാലവും സ്മരിക്കും. ബേബിച്ചാന്റെ വേർപാട് വേദനാജനകമാണ്. ബേബിച്ചാന്റെ വേർപാടില് ദുഃഖാർത്ഥനായ കുടുംബാംഗങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സുപ്രിയമായിരിക്കുന്ന ഒന്നിനായ ഭാഷൻ, ഒന്നിനായ വൈദിക ശ്രേഷ്ഠനെ, ഈ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇന്നേ ദിവസം ഈ അപ്പച്ചന്റെ ദേഹയോഗത്തിൽ അനുശോചിക്കുവാനും ഈ ഭവനത്തോടുള്ള അനുശോചനം രേഖപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന്റെ നിത്യശാന്തി നേടുവാനും തക്കവണ്ണമാണല്ലോ നാം ഏവരും കൂടി വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ ക്രിസ്തീയ സഭയുടെ പാരമ്പര്യവും പ്രമാണവും നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് നശ്വരമായ ലോകത്തു നിന്നും ഈ ആത്മാവ് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തേക്ക് എടുക്കപ്പെടുന്നു എന്നാണല്ലോ. ആയതിനാൽ തക്കവണ്ണം നശ്വരമായ ലോകത്തു നിന്നും ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തേക്ക് യാത്രയാക്കപ്പെട്ടിരിക്കുന്നതായ പ്രിയപ്പെട്ട അപ്പച്ചന്റെ ആത്മാവിന് ഈ അവസരത്തിൽ നിത്യശാന്തി നേടുകയാണ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ മടുപ്പ് പകരാത്ത ഒരു മുഖമുള്ള മനുഷ്യൻ. മടുപ്പ് പകരുന്നവർ ലോകത്തിന് ബാധ്യതയാണ്. പക്ഷെ മടുപ്പ് പകരാത്ത മുഖം, മറ്റു മനുഷ്യരിലേക്ക് സ്നേഹം, സന്തോഷം, പ്രത്യാശ, അങ്ങനെ ഒരു അനുഭവം നൽകുന്നതായ ഒരു അപ്പച്ചനായിരുന്നു എപ്പോഴും ഈ അപ്പച്ചൻ. മടുപ്പ് പകരാത്തവർ ഭൂമിയുടെ ശ്രേഷ്ഠമായ സമ്പത്താണ്. അങ്ങനെ എപ്പോഴും സ്നേഹവും സന്തോഷവും പകർന്നിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു ഈ ബഹുമാനപ്പെട്ട അപ്പച്ചൻ. ഞങ്ങളുടെ വലിയ മഷി എപ്പോഴും നമ്മുടെ വീട്ടിലെ ബേബി എന്ന് എപ്പോഴും അനുസ്മരിക്കുന്നത് എനിക്ക് കേൾക്കാമായി. അത്രമാത്രം സ്നേഹവും സന്തോഷവും പകർന്നിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു ഈ അപ്പച്ചൻ. അതോടൊപ്പം തന്നെ he was an honorable guest and an honored host. അതേസമയം വീട്ടിൽ വരുന്നവർക്ക് ആതിഥേയ മര്യാദകളിൽ ഇടപെടുന്നതിനും എവിടെ അദ്ദേഹം എത്തിച്ചേർന്നാലും അദ്ദേഹം ഓണേർഡ് ഗസ്റ്റുമായിരുന്നു, ഓണറബിൾ ഹോസ്റ്റുമായിരുന്നു അദ്ദേഹം. ഡിലൻ തോമസ് എന്ന ശ്രേഷ്ഠ കവി തന്റെ ഗുരു W.B. Yeats മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, Dear Earth, receive an honored guest. അതാണ് എനിക്ക് അപ്പച്ചനെ പറ്റി പറയാനുള്ളത്. While living, he was an honorable guest and an honored host. Now, dear Earth, receive an honored guest. ഈ അപ്പച്ചന്റെ ആത്മാവിന് ദൈവം അബ്രഹാമി മടികളിൽ വാസസ്ഥാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടും അനുശോചനം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വാടിപ്പൊഴിയും
ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കും